ഒരു കുട്ടി ക്രാഫ്റ്റ് ആയാലോ? ഈ ക്രാഫ്റ്റിന് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. 2 വളയും ഒരു അടപ്പും മതി. ഞാൻ ഉദ്ദേശിച്ചത് രമണ 2 വളയും പിന്നെ ഒരു അടപ്പുള്ളത് മെയിൻ ആയിട്ടുള്ള സാധന. എന്നാലും കുഞ്ഞു കുഞ്ഞു വേറെ സാധനങ്ങൾ വേണം. അപ്പൊ എന്റെ കയ്യിൽ പൊട്ടിയൊരു വളയുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിന് കൂട്ടത്തിൽ ഞാൻ ഒരു വളയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചു. എന്നിട്ട് ഈ ഒരു വള ഞാൻ ഞളക്കി ചളുക്കും പുളുക്കും ഒരു ഹാർട്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടേ. അതായത് ഒരു ഹാർട്ടും അതിന്റെ ബാക്കിൽ കൂടെ ഒരു ലെയറും കൂടിയായിട്ട്. ഇനി മറ്റേ വള ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ഹാർട്ട് ഇല്ലേ, അതിനൊരു സ്റ്റെമ്മും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ആ ഒരു സ്റ്റെമ്മ് ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ച ഹാർട്ടിലേക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടേ. ഇളകി പോരരുത്. അതുകൊണ്ട് തന്നെ പ്ലയർ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വിട്ടുപോരില്ല, സെറ്റാണ്. ടാ, അങ്ങനെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ അടുത്ത പരിപാടി, നമ്മൾ എടുത്തു വെച്ച അടപ്പില്ലേ, ആ അടപ്പിലേക്ക് ഇതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. അപ്പൊ എത്രയുടെ ഹൈറ്റ് എന്നറിയണമല്ലോ. അപ്പൊ നമുക്ക് ഹൈറ്റ് കൂടുതലാണെങ്കിൽ വെട്ടിക്കളയാം. പക്ഷെ ഞാനിവിടെ ചെയ്തത് ഇതേപോലെ പാമ്പിനെ പോലെ ആ കമ്പീനെ വളച്ച് കൊണ്ടുവന്നു. ഇപ്പൊ വെട്ടിക്കളയേണ്ടി വന്നില്ല. അതൊരു നല്ല ഡിസൈനും ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വേണേ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ അടപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭാഗ്യത്തിന് ഞാൻ എടുത്ത അളവ് കറക്റ്റായി, അല്ലേലും ഞാനൊരു സംഭവമാണ്. ഇനി നമ്മൾ ഒഴിച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് സെറ്റായിട്ട് വന്നാൽ അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹാർട്ടില്ലേ, അത് കുത്തി കൊടുക്കാം നടുവിലായി. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവേ. ഇനി വേണമെങ്കിൽ ഒന്ന് ഭംഗിയൊക്കെ കൂട്ടാം. അതിന് നമുക്ക് കുറച്ച് പെയിന്റ് ഒക്കെ വാരി പൂശാം. അപ്പൊ ഹാർട്ടിന് ഞാൻ മെറ്റാലിക് ബ്രോൺസ് കളർ കൊടുത്തിട്ടുണ്ടേ. പിന്നെ അതിന് താഴത്തെ ബേസിൽ വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സിമ്പിൾ ആയി പോയപ്പോൾ കുറച്ച് ഹാർട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പെയിന്റ് ഒക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് ബോ ഒക്കെ കെട്ടി കൊടുക്കുന്നുണ്ടേ. അല്ല, നമ്മളിപ്പോ ഇത്രയും നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ, ഇതിപ്പോ എന്താ സാധനം? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ പോളറോയിഡ് ഹോൾഡർ ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കോഡ്സ് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോയും വെക്കാം. കുറച്ച് ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഹോൾഡർ അല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ കാണാം. ബൈ.